മിസ്റ്റർ ശിവൻകുട്ടി സെൻട്രൽ. ആരായി ശിവൻകുട്ടി? ചേട്ടൻ എമ്പുരാട്ടി. ഏതായി സെൻട്രൽ? ഈ സെൻട്രൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എഞ്ചിനീയറിംഗ് പഠിക്കുക. വിഷ്ണു പിന്നെ എന്താ എഞ്ചിനീയറിംഗ് പഠിക്കാഞ്ഞത്? അത് പിന്നെ കലയെ ഉദ്ധരിക്കാൻ ആരെങ്കിലും വേണ്ട കുടുംബത്തിൽ. അച്ഛന്റെ പാരമ്പര്യം. ഓ, അച്ഛനും പാടുമായിരുന്നു. അയ്യോ, കേട്ടിട്ടില്ലേ? ചെമ്പുംകുളം നാരായണ ഭാഗവതര്. അല്ല, തമ്പുരാട്ടി കേട്ടിരിക്കാൻ വഴിയില്ല. അച്ഛൻ ആ ലോക്കലിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചുപോയി. ചേട്ടൻ പാടുവോ? പിന്നെ പാടാതെ എന്ത് വഴി? സന്ധ്യ കഴിഞ്ഞാ പിന്നെ മുറി വന്നിരുന്ന് പാട്ടല്ലേ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പിന്നെ പാട്ടോടെ പാട്ടല്ലേ. മുറിയിൽ ഒറ്റയ്ക്കോ? ആ, ഹോസ്റ്റലിലെ. അപ്പൊ പിന്നെ പകല് പാടൂലേ? ക്ലാസ്സിലൊക്കെ? പകല് പാറയുടെ ഇടയ്ക്ക് എന്നിട്ട്. പാറയോ? പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ. ഈ പാറയും കല്ലും മരവും തടിയും അതിന്റെ ഇടയ്ക്ക് എന്നിട്ട് പാടാൻ പറ്റുമോ? വേറെ ആരൊക്കെയുണ്ട് വിഷ്ണുവിന്? അമ്മ, അനിയത്തി ഉമ്മ. ഉമ്മയുടെ കല്യാണമാ. തീയതിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഇത്തിരി പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടമാ. പോരാഞ്ഞ് ചേട്ടൻ അങ്ങോട്ട് ചെലവാക്കി പഠിക്കല്ലേ. ചേട്ടനെ കൊണ്ടൊന്നും ആവൂലല്ലോ. അയ്യോ, ആരെങ്കിലും കണ്ടാൽ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ നടക്കാൻ വന്നതാ. എനിക്കൊരിക്കൽ വിഷ്ണുവിന്റെ വീട്ടിൽ വരണം. അമ്മയും ഉമ്മയും ഒക്കെ ഒന്ന് കാണാലോ. രണ്ടാം റൗണ്ട് സക്സസ്. മിസ്റ്റർ ശിവൻകുട്ടി, സെൻട്രൽ ജയിൽ, പൂജപ്പുര, ട്രിവാൻഡ്രം. അയ്യോ അയ്യോ എന്റെ അമ്മ. അയ്യോ അയ്യോ അയ്യോ. എന്താണോ? എല്ലാം പോയി. എന്തു പോയി? പെട്ടിക്കകത്ത് വെച്ചിരുന്ന പട്ടുമളെ കാണാനില്ല. എന്നും രാവിലെ കുളി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ എടുക്കുന്നതാ. അങ്ങനെ ഒരു സാധനം ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഇത് കണ്ട അണ്ടനെ അടകോടനെ എടുത്ത് കാണിക്കാനുള്ളതല്ല. പൊന്നു തമ്പുരാൻ തൃക്കൈ കൊണ്ട് സമ്മാനിച്ചതാണ്. 3 പവന്റെ വളയും വളവളാ തിളങ്ങുന്ന വീരാളിപ്പട്ടു എല്ലാം പോയി. ഇളിക്കാതടാ ഇംഗ്ലീഷ് മാക്രി. Which king brought you? വടക്കുന്നൊരു രാജാവ്. വടക്കുന്നൊരു രാജാവോ? രാജാവിന് പേരില്ലേ? സാമൂതിരിയാണോ? അല്ല. പിന്നെ നമ്പൂതിരിയാണോ? അല്ല. ഹിസ് ഹൈനസ് അബ്ദുള്ളയാണോ? വടക്ക് പിന്നെ ആരാണോ? BP സിംഗോ? അല്ല. ഏതോ ഉത്സവപ്പറമ്പിന്ന് വാങ്ങിയ വാദവളയും കതർവേഷിയുടെ അങ്ങ് പോട്ടടോ. അങ്ങ് പോട്ടടോന്ന്. സാർ, എനിക്ക് എവിടെയാണ് സാർ സംശയം? സാർ ഉടനെ ഒരു എൻക്വയറി നടത്തണം. എൻക്വയറി നടത്താൻ തൽക്കാലം സാധ്യമല്ല. ലോകത്താരും കാണാത്ത സാമാനത്തെ കുറിച്ച് താൻ മേലാ മിണ്ടി പോരുത്. അവരൊരു വട്ടും വളയും. പട്ടും വളയും. സോറിടാ. പോടാ പുല്ലേ. പോടാ. അവന്റെ ഒരു പട്ടും വളയും അല്ലേട്ടാ? ആ, കയ്യട്. ആ ചേട്ടാ, നീയുമാണത്ര വെടിപ്പൊന്നുമല്ല. ആ ചേട്ടാ, അങ്ങനെ പറഞ്ഞേ. അവനെ കൂടാതെ നമ്മളിവിടെ 2 കള്ളന്മാരല്ലേ ഉള്ളൂ. ഞാൻ എടുത്തിട്ടില്ല, നീയല്ലേടാ അത് മോട്ടിച്ചത്. Yes, Lakshmipuram Palace, receiver Shivashankaran here. Good morning, Mr. Shivashankaran. I am Ravi Verma from Bangalore. എന്താ റിസീവർ സാറേ, ഞാൻ സൈലൻസ് പേരിച്ചപ്പോ നിങ്ങൾക്കൊരു സൈലൻസ്. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. എന്താ, ആളെ മനസ്സിലായില്ലേ? അയ്യോ, അതെന്ത് ചോദ്യം പുരാനെ. എത്ര നാളെ ഇത് കണ്ടിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടും. എന്നാ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നേ? അതോ ഇറക്കമില്ലയോ? എന്റെ മുറപ്പണിനെ സർക്കാരിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്കിവിടെ മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ റിസീവർ സാറേ? അല്ല, താൻ അവളെ ശരിക്കും നോക്കും. പറഞ്ഞ പോലെ ഇനിയിപ്പോ 3 ഇല്ല അല്ലേ, 2.5 മാസമല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട സമയമായല്ലോ. ലക്ഷ്മി തമ്പുരാട്ടി ഇവരെ അറിയുമ്പോ ഉടക്കുവോ? ആ, ശകലം ഉടക്കുണ്ടാക്കും. താൻ എഴുത്തിയിൽ എണ്ണ ഒഴിക്കണ്ട. എന്തെങ്കിലും എന്നെ കുറിച്ച് 2 നല്ല വർത്തമാനം പറഞ്ഞേര്. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. തന്റെ മകൻ സുധാകരൻ അവിടെ വന്ന് ഒരു ഡ്രാമൊക്കെ കളിച്ചു പോയെന്ന് പറഞ്ഞു. ആ വക കളികളൊന്നും ഇനി വേണ്ട. എന്നെ പിണക്കാതിരുന്നാൽ ആർക്കാ ഗുണം? അയ്യോ, അത് പിന്നെ എനിക്ക് അറിയത്തില്ലയോ. നമ്മൾ തമ്മിൽ ഒത്തുപോകുന്നതാ നമുക്ക് 2 പേർക്കും ഗുണം. ആ, കൂടുതൽ ഗുണം തനിക്കാ. ആ ഓർമ്മ ഉണ്ടാകണം. എന്താണ് മുഖത്തിനൊരു വാട്ടം? ഓ, രാജകുമാരി വന്നാ പിന്നെ സെക്രട്ടറി സ്ഥാനം എവിടെയായിരിക്കും? രാജകുമാരി വന്നാലും എന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? അവൾ കൊച്ചുകുട്ടിയല്ലേ. അമ്മ. രവി, എന്താ അമ്മേ? മരിച്ച തലയ്ക്ക് മോളിൽ നിൽക്കുന്ന കാരണവന്മാരുടെ ശാപം നീയെങ്കിലും പിടിച്ച പറ്റല്ലേ പൊന്നു മോനെ. ഏത് കാരണവന്മാരുടെ ശാപം? വിഷം നിന്ന് മരിച്ച എന്റെ അമ്മാവിന്റെയോ?
അമ്മയുടെ ആ പുന്നാരാങ്ങളെ എന്നെ അനുഗ്രഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അനുഗ്രഹിക്കും. ആ കൊലയ്ക്ക് തൂക്കിക്കൊല്ലപ്പെട്ട എന്റെ അച്ഛൻ. അയാൾ അനുഗ്രഹിച്ചാൽ ദൈവം കേൾക്കുവോ? കൊലപാതകയല്ലേ? ലക്ഷ്മി എന്റെ മടിയിൽ കിടന്ന് വളർന്നതാ, അതിനെ നശിപ്പിക്കല്ലേ. കടം കയറി മുടിഞ്ഞ് കുത്തുപാളയെടുത്ത് എസ്റ്റേറ്റും ഫാക്ടറിയും വിട്ടു നിന്നിട്ട് അച്ഛൻ പോയത്. ഇതൊക്കെ ഇത്രയും കാലം പിടിച്ചെടുത്ത് ഞാൻ പലരും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യേണ്ടി വരും. അവളെ കെട്ടിയാൽ, ആ സ്വത്തുക്കൾ കിട്ടിയാൽ നമുക്കൊന്ന് നേരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് ഞാൻ വാങ്ങും. ആ സ്വത്തിന് വേണ്ടി 2 കൊലപാതകങ്ങൾ നടത്തിയല്ലേ അച്ഛൻ? അല്ലേ അമ്മേ? അങ്ങേക്ക് സാധിക്കാൻ കഴിയാത്തത് മോഹൻ സാധിച്ചു എന്ന് വിചാരിച്ചാട്ടെ. രവിവർമ്മ ആളൊരു വല്ലാത്തവനാ. അവനുമായിട്ട് നേരിട്ടൊരു കളി അത് അപകടമാണ്. അയാളുടെ ഉദ്ദേശം സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ സഹകരണം കൂടിയേ തീരൂ. അതുപോലെ ഞാൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അയാളുടെ സഹകരണവും വേണം. ഈ പെങ്കൊച്ചുമായിട്ടൊരു വിവാഹം, അതാണ് അയാളുടെ സ്വപ്നം. ഒന്നുകിൽ ഒരു ബലപ്രയോഗത്തിൽ അവൾ മേജറാകുന്നതിന് മുമ്പ് രഹസ്യവുമായിട്ട് അത് സാധിക്കണം. അല്ലെങ്കിൽ അവളുമായിട്ടൊരു ലൈൻ. രണ്ടിനും മുന്നിലുള്ള സമയം 2.5 മാസമാണ്. ഈ 2.5 മാസത്തിന് മുമ്പ് അത് സാധിച്ചില്ലെങ്കിൽ പെണ്ണ് മേജറാവും. പിന്നെ അവളുടെ വാക്കിനാ വില. അതേന്നേ. പിന്നെ എനിക്കും അവിടെ സ്ഥാനമില്ലല്ലോ. രവിവർമ്മ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപദ്രവിക്കാം, അതെനിക്ക് ഈസിയാ. അച്ഛനെ കൊന്നവന്റെ മോൻ ഈ കാര്യം ഒന്നുകൂടി പെണ്ണിനെ ഓർമ്മിപ്പിക്കണം. അല്ലെങ്കിൽ തന്നെ അവള് വരണ്ടിരിക്കുക. നിയമപ്രകാരം അവന് പടിക്ക് പുറത്ത് നിർത്താനുള്ള അവകാശം തനിക്കാണല്ലോ. താനത് ചെയ്യണ്ട. ആര് ചെയ്യുന്നു? ഞാൻ മാലയിട്ട് സ്വീകരിക്കുന്നു. ഒരു ഗ്ലോറിഫൈഡ് പെമ്മിന്റെ റോള് ഭംഗിയായി അഭിനയിക്കുന്നു. പലതും കണ്ടെന്നും കണ്ടില്ലെന്നും തടിക്കുന്നു. പകരം ഞാൻ 10 ചില്ലറ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവനങ്ങ് മറക്കണം. സ്വപ്നം കണ്ടോ? മോളെന്തിനാ കരഞ്ഞത്? രവിചേട്ടൻ. കുഞ്ഞിങ്ങനെ പേടിച്ചാലോ? രവിചേട്ടൻ ഇവിടെ വരണ്ട, എനിക്ക് പേടിയാ. ജാനുമ്മ ഒന്ന് പറയോ റിസീവർ അങ്കിളിനോട്? ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നേരം വെളുക്കട്ടെ, ഞാൻ പറയാം. നേരം വെളുക്കുമ്പോഴേക്കും അയാൾ വരും. വന്നോട്ടെ, വന്നാലെന്താ? പിടിച്ചു തിന്നാൻ പോകുന്നോ? കുഞ്ഞു പേടിക്കണ്ട, മോള് കിടന്നോ. ശത്രുപാളയത്തിലേക്കല്ലേ സ്വയംവരത്തിന് പോകുന്നത്? അവിടെ കുലയ്ക്കാൻ സാധിക്കാത്ത വില്ലുവല്ലതും കാണുമോ? ട്രയംബളം സ്റ്റൈലിൽ. റിസീവർ ആളൊരു മണ്ടനൊന്നുമല്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ഏകാംഗ സ്വയംവരത്തിന് തന്നെ അയാൾ വേദി ഒരുക്കിയിരിക്കും. ലക്ഷ്മി സമ്മതിക്കോ? അതിപ്പോ പ്രശ്നമാണ്. അതിനല്ലേ കാപ്പാനെ കൂടെ കൊണ്ടുപോകുന്നത്. തമ്പുരാട്ടി, എന്തു പറ്റി തമ്പുരാട്ടി? എനിക്ക് പേടിയാണ് വിഷ്ണു. പേടിയോ? എന്തിന്? എനിക്ക് രവിയേട്ടനെ പേടിയാണ്. ഓ, രവിവർമ്മ തമ്പുരാനെയോ? ആ, ഇന്ന് വരും. തമ്പുരാട്ടിക്ക് അത്ര ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് റിസീവർ സാറിനോട് പറയാമായിരുന്നില്ലേ? രവിവർമ്മ തമ്പുരാനെ ഇവിടെ കയറ്റരുതെന്നല്ലേ നിയമം? ഞാനത് പറഞ്ഞു, പക്ഷെ അങ്കിൾ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അങ്കിളിന് രവിയേട്ടനെ പേടിയാ. ഇങ്ങനെയായ പിന്നെ ആരാ എന്നെ രക്ഷിക്കുക? അങ്ങനെയൊന്നും വരികയല്ലെന്നേ. ഇത് തമ്പുരാട്ടിയുടെ കൊട്ടാരം അല്ലേ? ഇവിടെ കയറും തമ്പുരാട്ടി ഉപദ്രവിക്കാൻ ആരാ ഉള്ളത്? എനിക്ക് പേടിയാ. എന്തെങ്കിലും ഉണ്ടായാ വിഷ്ണു എന്നെ രക്ഷിക്കുമോ? എന്തുണ്ടാകാൻ? എന്തെങ്കിലും ഉണ്ടായാ എനിക്ക് വാക്ക് തരണം. എനിക്ക് വേറെ ആരുമില്ല. അല്ല, തമ്പുരാട്ടി ഇവിടെ നിൽക്കുകയാണോ? ഇന്ന് ഈ പാട്ടും കൂത്തൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേടോ? ഞാൻ പറഞ്ഞിട്ടാ. ആ ശരി ശരി, എന്തു ആട്ടെ. നമ്മുടെ വീട്ടിൽ വരുന്നവരോട് നമ്മളൊരു മര്യാദയൊക്കെ കാണിക്കണ്ടേ? താൻ ഇവിടെ നിൽക്കുകയാണോ? താൻ പൊക്കോടോ. തമ്പുരാട്ടി പേടിക്കണ്ടെന്നേ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. എന്താ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? രവിവർമ്മ തമ്പുരാനെ ഒരുപാട് കാലം കൂടി കാണുകയല്ലേ. നമ്മൾ അപമാനിച്ചെന്ന് വരുത്തണ്ട. ഒന്ന് റെഡിയായിട്ട് വരൂ. Thank you very much. You are welcome. Welcome for? Everything. ഇവിടുത്തെ അധ്യാപകരാണ്.
ഇത് വിഷ്ണു സംഗീതം. ഇത് നടനം നാണു ഡാൻസ് മാസ്റ്റർ. ഇത് ഷേക്സ്പിയർ ഇംഗ്ലീഷ്. ഹലോ. ഐ ആം രവി വർമ്മ. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? 2-3 ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് ഒന്ന് കാണാൻ. കാത്തിരുന്ന്. മീറ്റ് മൈ സെക്രട്ടറി ഗീത. ജാനുമേ എനിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ലക്ഷ്മി എവിടെ? ഹെർ ഹൈനസ്. ലക്ഷ്മി, തിരുവുള്ളക്കേട് ഉണ്ടാവരുത്. കുട്ടിക്ക് നല്ല പനിയാ, തളർന്നുറങ്ങുക. പനിയോ? എന്നിട്ട് താനെന്താ പറയായിരുന്നു? ഞാൻ അറിഞ്ഞില്ല. അത്രയ്ക്കുള്ള തന്റെ ഉത്തരവാദിത്വം. നല്ല ചൂടുണ്ടല്ലോ. നിങ്ങളെന്താ ഡോക്ടറെ വിളിക്കായിരുന്നു? അത് പിന്നെ എന്താ റിസീവർ സാറേ ഇത്? തീ പോലെ പൊള്ളുന്നല്ലോ. അയ്യോ, എന്താ ജാനുമേ എന്നോട് പറയാറുന്നേ? അത്രയ്ക്കൊന്നും ഇല്ല സാർ. ചുക്കും കുരുമുളകും ഇട്ട് കാപ്പി കൊടുത്തിട്ടുണ്ട്. ഓഹോ, അത് കൊടുത്തായിരുന്നോ? ഓ, ഇപ്പൊ മാറും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മുമ്പ് വന്നപ്പോ ഇങ്ങനെ മാറിയിട്ടുണ്ടേ. അഥവാ മാറില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിപ്പിക്കാം. ലക്ഷ്മി ഉണർന്നാൽ എന്നെ വിളിക്കണം. എവിടെ എന്റെ റൂം? ഓ, ഇവിടെ വന്നോളൂ. ഗീത, ലക്ഷ്മിയെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓ, തുളസിയിലെയും ചുക്കുവെള്ളവും ഒന്ന് റൊമാൻറ്റിക് ആയി അടിച്ചു കലക്കാനുള്ള ചാൻസ് അല്ലേ നഷ്ടപ്പെടുത്തിയത്? അല്ലേ സർ? എന്ത് ചാൻസ്? ഇനി അതും ഞാൻ പഠിപ്പിക്കണോ? ലക്ഷ്മിക്ക് പനി, അതും നല്ല പനി. ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക, ഡോക്ടറെ വിളിക്കാൻ ഓടുക, തലയെടുത്ത് മടിയിൽ വെച്ച് ശുശ്രൂഷിക്കുക, മരുന്ന് കൊടുക്കുക. ഇതൊക്കെ ഇനി എന്നാ പഠിക്കുന്നേ? ഞാൻ അത്ര മണ്ടനാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഞാൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി കണ്ടില്ലേ? അവൾക്ക് പനിയില്ല, അവൾ ഉറങ്ങുകയുമല്ല. കള്ളയുറക്കം ഞെട്ടൽ എന്റെ കയ്യിൽ ഫീൽ ചെയ്തു. ആ കള്ളപ്പനിക്ക് കാരണം രണ്ടാ. ഒന്നുകിൽ എന്നോടുള്ള പേടി, അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്യാൻ. എന്തായാലും മരുന്ന് റൊമാൻസ് അല്ല. അതെന്തെങ്കിലും ആട്ടെ, ആവശ്യമില്ലാത്ത 2-3 കഥാപാത്രങ്ങളുണ്ടല്ലോ കഥയില്. അതാരാ? 3 കൊരങ്ങന്മാര്, അധ്യാപകര്. ഇനി എന്തിനാ അവര്? പഠിപ്പിക്കാനുള്ളതൊക്കെ സാറങ്ങ് പഠിപ്പിച്ചാ മതി. വരട്ടെ, സമയമുണ്ടല്ലോ. അവന്മാര് മാർഗതടസ്സമാണ് കേട്ടോ, ഒഴിവാക്കണം. ഇത് വിഷ്ണു, ഇത് മാസ്റ്റർ, ഇത് ഡാൻസർ. സന്തോഷമായി അല്ലേ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വിടുന്നത് കഷ്ടമാണ്. ഇറ്റ് ഈസ് ടു ബാഡ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു സർ? ഇറ്റ് ഈസ് റിയലി ഹാർട്ട് ബ്രേക്കിംഗ് സർ. ഞാൻ വീണ്ടും ബാലേക്ക് പോകേണ്ടി വരും. മതിലേറി കന്നി അഥവാ രക്തം പുരണ്ട പടവാൾ. ഈ ലക്ഷ്മിപുരം കൊട്ടാരത്തിനു വേണ്ടി നിങ്ങൾ ചെയ്ത സേവനത്തിന് തമ്പുരാട്ടിയുടെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ തമ്പുരാട്ടിയുടെ ഗുരുക്കന്മാരല്ലേ? വിഷമിക്കണ്ടോ? അല്ലെങ്കിൽ തന്നെ 2.5 മാസം കൂടി കഴിയുമ്പോ നിങ്ങളൊക്കെ പിരിഞ്ഞു പോകണ്ടല്ലേ? അതിപ്പോഴേ ആകുന്നേ ഉള്ളൂ. വാ, പിന്നെ ശമ്പളം കൂടാതെ ആളൊന്നുക്ക് 10,000 രൂപ എക്സ്ട്രാ ഉണ്ട്. രവിവർമ്മ തമ്പുരാന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ്. ഞാൻ രാവിലെ ഒരു വഴിക്ക് പോകും. അതാ ഇപ്പൊ യാത്ര പറഞ്ഞത്. സോ താങ്ക്സ് എ ലോട്ട്. ഗുഡ് ബൈ സാർ. ഗുഡ് ബൈ. വാ വാ സർ. ഗുഡ് ബൈ. ലോസ്റ്റ് ഇൻ ദി ഡെസർട്ട്. വാ വാ. പെരുവഴി അമ്പലം. ഈ തൊഴിലല്ലാതെ എനിക്ക് മറ്റൊരു തൊഴിലും അറിയില്ല സാർ. ഈ തൊഴിൽ എന്നെ ശരിക്കും അറിയത്തില്ലല്ലോ. പോയി പഠിച്ചേച്ചു വാ. അയ്യോ, ഈ പ്രായത്തിലോ എന്റെ മാനം കപ്പല് കയറും. അയ്യോ, പ്രായം ഒന്നും പ്രശ്നമല്ലെന്നേ. പൊക്കോന്നേ. മെയിൻ ഗേറ്റ് അവിടെ, മെയിൻ ഗേറ്റ് അവിടെ. അയാൾക്ക് എന്താ കാര്യം ഇവിടെ ഉള്ളവരൊക്കെ പിരിച്ചുവിടാൻ? ഞാൻ പറയും, എല്ലാവരും കേക്കട്ടെ. നാളെ രാവിലെ ജാനുവമ്മയെ കൂടി പറഞ്ഞു വിട്ടാലോ? ഞാനും ഇവിടുത്തെ ജോലിക്കാരിയല്ലേ കുഞ്ഞെ. മുതലാളി പറഞ്ഞാ പോകാതിരിക്കാൻ പറ്റുമോ? ജാനുവമ്മ പോയാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ആരും ഇവിടുന്ന് പോണ്ട. അല്ലെങ്കിൽ എല്ലാവരും പോയിക്കോട്ടെ. വിഷ്ണു ജാനുവമ്മയും പോണ്ട. കുഞ്ഞെ, വിഷ്ണു എന്നെ പിരിഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണ്. ഇത്രയും നാളും ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്റെ സൈലൻസ് എല്ലാവരും കൂടി മുതലെടുക്കുക. ഞാൻ ഇപ്പൊ തന്നെ റിസീവർ അങ്കിളോട് ചോദിക്കും. കുഞ്ഞെ, കുഞ്ഞും ബഹളമൊന്നും ഉണ്ടാക്കരുത്. ബഹളമൊന്നും ഉണ്ടാക്കില്ല.
എനിക്ക് ചോദിക്കാൻ അധികാരമുണ്ടല്ലോ. എന്റെ സ്വത്തുക്കളല്ലേ ഇത്. എവിടെ റിസീവർ അങ്കിൾ? മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ജാനുമ്മ പേടിക്കണ്ട. അങ്കിളിന് ചിലപ്പോ രവിയേട്ടന് പേടിയായിരിക്കും. ഞാൻ കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ അങ്കിള് രവിയേട്ടന് പുറത്തായിക്കോളും. എവിടെ അവര്? തമ്പുരാനെ, നമ്മള് തമ്മി ഒരു ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. ഞാൻ തുറന്നു പറയാം. ചക്കരക്കുടത്തിൽ കൈയിട്ട നാട്ടുകണപ്പനുസരിച്ച് കൈ ഒന്ന് നക്കണം. ഞാൻ നക്കി. ഒരു 10-25 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും കിടക്കുന്ന കോടികള്, അത് തമ്പുരാൻ എടുക്കാമല്ലോ. എന്റെ ഈ പിച്ച കാശ് തമ്പുരാൻ മറന്നു കളഞ്ഞേര്. ദേ, അത് കേസാക്കരുത്. ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിച്ചാൽ ഞാൻ അനുഭവിക്കേണ്ടതാണ് ആ 25 ലക്ഷം രൂപ. അത് ഞാൻ സാക്രിഫൈസ് ചെയ്യാം. പക്ഷെ എന്ത് പ്രത്യുപകാരമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? എന്തും. അതൊരു ഫ്ലാറ്റ് ആൻസർ ആണ് ആശാനെ. വാട്ട്, വെൻ ആൻഡ് ഹൗ സ്പെസിഫിക് ആയിട്ട് പറയണം. കേൾക്കട്ടെ. തമ്പുരാന്റെ തടസ്സങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി തരാം. ദേ നോക്കിയേ, ആ പന്ന സാറുമാരെ ഞാൻ ഒഴിവാക്കി. വേണമെങ്കിൽ ജാനമ്മ ഒഴിവാക്കണോ? ഞാൻ റെഡി. അതുകൊണ്ട് എന്റെ കാര്യത്തിലുള്ള തടസ്സം ജാനുമോ അല്ലല്ലോ. തമ്പുരാനാണെങ്കിലും എന്നോട് ലോകപരിചയം ഇല്ലാത്തോണ്ട് പറയുക. പ്രായപൂർത്തിയാകാത്തൊരു പെണ്ണ് വിവാഹം കഴിക്കരുത് എന്ന് നിയമമുണ്ട്. പക്ഷെ അവൾ ഗർഭിണിയാകരുത് എന്ന് നിയമമുണ്ടോ? അത് തമ്പുരാനെങ്കിൽ സാധിച്ചേക്കണം. വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്തയെ തള്ളി പറയാൻ ലക്ഷ്മിക്കുട്ടിക്കാവുമോ എന്റെ തമ്പുരാനെ? അതെങ്ങനെ വേണം എന്ന് പറയാൻ ഈ കൊച്ചി ഇരിക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒന്നിങ്ങി വരൂ. ലക്ഷ്മി വരൂ. വിഷ്ണു, തമ്പുരാട്ടി നീ നേരത്ത് ആരെങ്കിലും കണ്ടാലോ? ഒരു നന്ദി വാക്കെങ്കിലും വന്ന് പറയണമെന്നുണ്ടായിരുന്നു. പറ്റിയില്ല. എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞതല്ലേ? അത് സത്യമായിട്ടും പറഞ്ഞതല്ലേ? അതെ. അതിലിപ്പോ എന്താ ഉണ്ടായത്? എന്നെ കൂടെ കൊണ്ടുപോകണം. അയ്യോ, തമ്പുരാട്ടി എന്തായി പറയുന്നത്? എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. എന്നെ അവര് കൊല്ലും. ഇനി വൈകിയ ചിലപ്പോ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ തന്നെ വാടിയോടെ ഇവിടെ വാടി. ഇവിടെ വരല്ലേ അവിടെ? മിണ്ടരുത്, മിണ്ടരുതല്ലേ പറഞ്ഞു. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഇവിടെ നിന്നോ. ഈ കൈ കിടന്ന് വളർന്ന കുഞ്ഞാന്ന് അതിനെ ഇങ്ങനെ കൊല്ലാക്കൊലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. തുറക്കടി കഥ. ഇല്ല, തുറക്കില്ല. പറഞ്ഞു മോങ്ങണ്ട, നീ കയ്യിലിട്ട് വളർത്തിയ ഗുണമൊക്കെ എല്ലാരും കണ്ടു. സാർ, ആ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാക്കൊല മിണ്ടി പോകരുത്. കരടി കൊടുത്ത